Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and guys, നമ്മൾ ഇന്നൊരു PC build വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. So roughly ഒരു 50 to 55,000 റേഞ്ചിൽ വരുന്ന ഒരു Ryzen APU build ആണ്. 55,000 റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ലേറ്റസ്റ്റ് Ryzen 5000 സീരീസ് ബേസ്ഡ് ഒരു APU build ആണിത്. So ഈ ബിൽഡ് എന്തായാലും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പം, കാരണം Ryzen പ്രോസസേഴ്സിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് ഇപ്പം. ആൻഡ് അതും കൂടാതെ ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസ് കാരണം Ryzen APUസിന് നല്ല ഡിമാൻഡാണ്, സ്റ്റോക്കും ഇല്ല, അതേപോലെ തന്നെ പ്രൈസും കൂടുതലാണ്. സോ ഓവറോൾ പറയുവാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ഇപ്പം ഒരു GPU ബേസ്ഡ് ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ചുള്ള ഒരു ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ അത്ര റെക്കമെൻഡഡ് അല്ല ഈ ബിൽഡ്. സോ നിങ്ങളൊരു നല്ല പവർഫുൾ ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് PC ആണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് കറന്റ്ലി ഇപ്പോഴത്തെ ഈ പ്രൈസ് ഹൈക്ക് കാരണം ഗ്രാഫിക്സ് കാർഡ് ഇപ്പൊ എടുക്കാതെ കുറച്ച് ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി പ്രൈസസ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടേ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നേരെ തിരിച്ച് 50-55,000 റേഞ്ചിൽ ഇപ്പം ഒരു ഗെയിമിംഗ് PC നോക്കുന്നുണ്ട്, അധികം അപ്ഗ്രേഡ്സ് ഫ്യൂച്ചറിലൊന്നും നോക്കുന്നില്ല, അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബിൽഡ് പ്ലാൻ എങ്കിൽ ഞാൻ ലാസ്റ്റ് YBB യോ ബജറ്റ് ബിൽഡ് വീഡിയോയിൽ കുറെ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൽ അപ്രോക്സിമേറ്റ്ലി 22,000 റേഞ്ചിൽ നിന്ന് ഒരു 1,70,000 റേഞ്ചിൽ വരുന്ന കുറെ PC ബിൽഡ് റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെക്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും മേളിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ജസ്റ്റ് കണ്ടു നോക്കൂ. സോ എനിവേസ് ഇത്രയും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ പാർട്സ് എന്തൊക്കെയാണ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, ഇതിൽ വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടോ, ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത പാർട്സിന്റെ ഞാൻ വേറെ റെക്കമെൻഡേഷൻസ് പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസസർ Ryzen 5 5600G 6 കോഴ്സ് 12 ത്രെഡ് ഉള്ള പ്രോസസർ ആണ്. 3.9 GHz മുതൽ 4.4 GHz വരെ നമുക്ക് ബൂസ്റ്റ് ഫ്രീക്വൻസി കിട്ടുന്ന ഒരു പ്രോസസർ ആണ്. 16 MB ക്യാഷ് മെമ്മറിയും Radeon Vega 7 ആണ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇതിൽ വരുന്നത്. സോ Vega 7 എന്ന് പറയുമ്പോൾ 7 കോഴ്സ് ഉള്ള GPU ആണ് ആൻഡ് 1900 MHz ആണ് ക്ലോക്ക് സ്പീഡ്. സോ 26,000 റേഞ്ചിൽ വരുന്ന Ryzen 5 6 കോർ APU ആണ്. അത്യാവശ്യം നല്ല ഡീസന്റ് കൂളറും ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. മദർബോർഡ് ഈ ബിൽഡിൽ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ASRockന്റെ B550M Phantom Gaming 4 എന്ന മദർബോർഡ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും B550 ചിപ്സെറ്റ് ഉള്ള ഏതെങ്കിലും മദർബോർഡ് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഗിഗാബൈറ്റിന്റെ DS3H അല്ലെങ്കിൽ MSI Pro VDH മോഡൽ, ASRockന്റെ തന്നെ സ്റ്റീൽ ലെജൻഡ് നോക്കാം, അല്ലെങ്കിൽ ASRockന്റെ സിമിലർ ഇതേ മോഡൽ നോക്കാം. സെയിം മോഡൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 8,600 ആ റേഞ്ച് ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ. ഫ്യൂച്ചറിൽ ഹെവി ഗ്രാഫിക്സ് കാർഡ് എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സൈസ് ATX മദർബോർഡ്, കുറച്ചുകൂടി പവർഫുൾ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു B550 ഓർ X570 മദർബോർഡ് ചൂസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്ന മദർബോർഡിൽ 4 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. 4000 MHz മേലെ വരെ നമുക്ക് ഓവർക്ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഹീറ്റ് സിങ്കും 8 പവർ ഫേസ് ഉള്ള VRM ഡിസൈൻ ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. 2 NVMe SSD സ്ലോട്ട്സ് കിട്ടുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം PCIe Gen 4 ഉം ഒരെണ്ണം PCIe Gen 3 ആണ്. ഓൾസോ 2 ARGB LED ഹെഡേഴ്സ്, ഒരു നോർമൽ RGB LED ഹെഡർ ആൻഡ് ഓൾസോ നല്ല രീതിയിൽ ഫാൻ കോൺഫിഗറേഷനും RGB ARGB കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുന്ന ഹെഡേഴ്സും അവൈലബിൾ ആണ്. 3 ഫാൻ ഹെഡേഴ്സ് ഉണ്ട്, 2 ARGB ഹെഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സിമിലർലി ഒരു നോർമൽ RGB ഹെഡറും ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗും ARGB ഫാൻസും ലൈറ്റിംഗും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള മദർബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ ATX സൈസ് ഫുൾ സൈസ് മദർബോർഡ് നോക്കാവുന്നതാണ്. ഇതിൽ MSI B550A Pro അല്ലെങ്കിൽ ASUS TUF മോഡൽസ് ഓർ ASUSന്റെ സ്ട്രിക്സും ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ ASUSന്റെ സ്ട്രിക്സ് നോക്കാവുന്നതാണ്. ഒരു കൺസ്ട്രെയിൻഡ് 50,000 ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 8,000 റേഞ്ചിലെ B550 എടുത്തത്. പക്ഷെ എന്നാലും 8,000 റേഞ്ച് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് ഈ മദർബോർഡിൽ ഉള്ളത്. നെക്സ്റ്റ് RAM ഈ ബിൽഡിൽ ചൂസ് ചെയ്തേക്കുന്നത് ക്രൂഷ്യൽ ബാലിസ്റ്റിക്സിന്റെ 2 8GB 3200 MHz കിറ്റ് ആണ്. സോ മിനിമം Ryzen ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് റെക്കമെൻഡേഷൻ ആണ് 3200 MHz. 3200 MHz 3600 MHz എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബ്രാൻഡ് ആൻഡ് മോഡൽ ഏതായാലും കുഴപ്പമില്ല. Corsair, G-Skills, Crucial അല്ലെങ്കിൽ A-Data ഓർ ഈവൻ Thermaltake ആയാലും ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണത്, നിങ്ങളുടെ പ്രിഫറൻസ്. ബഡ്ജറ്റും പ്രൈസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോറേജിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പർട്ടിക്കുലർ ബിൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു 512GB NVMe SSD ആണ്. നിങ്ങൾക്ക് അത് വേണേൽ സ്പ്ലിറ്റ് ചെയ്യാം. ഒരു 250GB NVMe SSD യും 1TB ഹാർഡ് ഡിസ്ക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 250GB നോർമൽ SSDയും 1TB ഹാർഡ് ഡിസ്കും ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പോലെ ഒരു 512GB NVMe SSD എടുത്തിടാം. ഫ്യൂച്ചറിൽ ഇൻ കേസ് എക്സ്ട്രാ സ്റ്റോറേജ് ആവശ്യം വരുവാണെങ്കിൽ ഹാർഡ് ഡിസ്ക് അപ്ഗ്രേഡ് ചെയ്യാം. സോ ഇവിടെ SSD ഞാൻ എടുത്തേക്കുന്നത് ടീം ഗ്രൂപ്പ് ബ്രാൻഡിന്റെ 512GB NVMe PCIe 3 ബേസ്ഡ് SSD ആണ്. നെക്സ്റ്റ്
പവർ സപ്ലൈ ഈ ബിൽഡിൽ ചൂസ് ചെയ്തേക്കുന്നത് കോർസൈറിന്റെ CV550 80+ ബ്രോൺസ് റേറ്റഡ് പവർ സപ്ലൈ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും പ്രിഫറൻസ് അനുസരിച്ച് മോഡൽസ് ചേഞ്ച് ചെയ്യാം. കോർസൈറിന്റെ CV സീരീസ് നല്ലതാണ്, കൂളർ മാസ്റ്ററിന്റെ MW സീരീസ് നല്ലതാണ്, സിമിലർലി ആന്റെക്കിന്റെ VP സീരീസ് നല്ലതാണ്. സോ ബഡ്ജറ്റ് ബിൽഡ് ആണെങ്കിൽ ഈ 3 ബ്രാൻഡ്സിൽ ഈ സീരീസ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇൻ കേസ് നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആണ്, ഫ്യൂച്ചറിൽ ഹെവി ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു നല്ല 80+ ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. RTX 3060 അല്ലെങ്കിൽ Radeon 6600 XT ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 650 വാട്ട്സിന്റെ ഗോൾഡ് റേറ്റഡ് PSU എടുക്കുന്നതായിരിക്കും നല്ലത്. 3070 അല്ലെങ്കിൽ 6700 XT ഓർ അതിന് മേലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ 750 വാട്ട്സിന്റെ അബോവ് നോക്കാം. ഇതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള പവർ സപ്ലൈസിന്റെ ലിസ്റ്റും ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തായാലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ നോക്കാം. ആൻഡ് ഫൈനലി ക്യാബിനറ്റും കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ഏതെങ്കിലും 3000 റേഞ്ചിന് മേലോട്ട് വരുന്ന ക്യാബിനറ്റ് നിങ്ങളുടെ ബഡ്ജറ്റും യൂസ് കേസ് സിനാരിയോ അനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ബിൽഡിൽ യൂസ് ചെയ്യുന്നത് ഗെയിം മാക്സ് എന്ന ബ്രാൻഡിന്റെ ഏറ്റവും ചീപ്പസ്റ്റ്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ഒരു ക്യാബിനറ്റ് ആണ്. സോ ജസ്റ്റ് ഈ ബിൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ നാട്ടിൽ കുറച്ചുകൂടെ നല്ല എയർ ഫ്ലോ ഉള്ള കുറച്ചുകൂടെ ബെറ്റർ ക്യാബിനറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ക്യാബിനറ്റ്സ് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടാകും. സോ ഇതിൽ ഏത് വേണേലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ബിൽഡിൽ യൂസ് ചെയ്യുന്ന പാർട്സ്. ഇതിൽ ക്യാബിനറ്റ് നാട്ടിൽ അവൈലബിൾ അല്ല, നിങ്ങൾ ചൂസ് ചെയ്യണം. NVMe SSD നോക്കുവാണെങ്കിലും ടീം ഗ്രൂപ്പിന്റെ അധികം നാട്ടിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു, ഉണ്ടെങ്കിലും കുറച്ച് പ്രൈസ് കൂടുതലാണ്. സോ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിൽ ക്രൂഷ്യൽ P1 അല്ലെങ്കിൽ P2 ചൂസ് ചെയ്യാം, WD SN550 മോഡൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്സ്റ്റൺ A2000. ഇതെല്ലാം നല്ല മോഡൽസ് ആണ്. ഓൾസോ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ 980 നല്ലതാണ്, 980 അല്ലെങ്കിൽ WD ബ്ലാക്ക് ഇതൊക്കെ നല്ലതാണ്. ഇവിടെയും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കാവുന്നതാണ്. PCIe Gen 4 നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് 980 Pro നല്ലതാണ്, WD SN850 നല്ലതാണ്, അതേപോലെ കോർസൈറിന്റെയും PCIe Gen 4 SSDs നല്ലതാണ്.
സോ ഗൈസ് അതായിരുന്നു നമ്മളുടെ PC 50 to 55,000 റേഞ്ചിൽ വരുന്ന Ryzen 5 600G APU ബേസ്ഡ് PC. ആൻഡ് ഇതിന്റെ ബെഞ്ച് മാർക്സ്, ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്സ് നമ്മൾ 2 മാസം മുമ്പ് എന്തോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്സ് ആണ്, പല ഗെയിംസിന്റെ ടെസ്റ്റിംഗ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. സോ അത് മേളിൽ പിൻ ചെയ്തേക്കാം, തീർച്ചയായിട്ടും അത് കണ്ടു നോക്കൂ. Ryzen 5 600G പ്രോസസറിന്റെ പെർഫോമൻസ് എത്രയാണ് കിട്ടുന്നത്, FPS എന്തൊക്കെയാണ് കിട്ടുന്നത്, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ കഴിഞ്ഞ ബെഞ്ച് മാർക്ക് വീഡിയോയിൽ കുറച്ച് ഗ്രാഫ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ കാണിക്കുന്നുണ്ട്. സോ ബെഞ്ച് മാർക്സ് ആൻഡ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് ഇപ്പൊ കാണുന്നത് കഴിഞ്ഞ ബെഞ്ച് മാർക്കിംഗ്, അതായത് ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്കിംഗ് ചെയ്തതിന്റെ ഒരു ബ്രീഫാണ് ഈ കാണുന്നത്. സോ ഇവിടെ ഗെയിംസിന്റെ ആവറേജ് FPS ആണ് കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും 1080p മാക്സിമം ട്രൈ ചെയ്തത്. 1-2 ഗെയിംസ് മാത്രം നമുക്ക് കുറച്ചൊന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് കളിക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം അത്രയും ഗ്രാഫിക്കൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് അസാസിൻസ് ക്രീഡ് വാൽഹാല നോക്കുവാണെങ്കിൽ 1080p ലോയിൽ നമുക്ക് 70% റെസൊല്യൂഷനിൽ 39 FPS ആണ് ആവറേജ് കിട്ടുന്നത്. നെക്സ്റ്റ് റോക്കറ്റ് ലീഗ് 1080p പെർഫോമൻസ് മോഡിൽ 56 FPS ആണ്. ഫോർസ ഹൊറൈസൺ 4 നോക്കുവാണെങ്കിൽ 1080p മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് 48 FPS കിട്ടുന്നുണ്ട് ആവറേജ്. ഹിറ്റ്മാൻ 3 ടെസ്റ്റ് ചെയ്ത 900p മീഡിയം റെസൊല്യൂഷൻ ആണ്, 37 FPS. GTA 5 1080p മീഡിയമിൽ 69 to 70 ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. RDR2 ടെസ്റ്റ് ചെയ്ത 1080p ലോ റെസൊല്യൂഷൻ ആണ്, 30 FPS ആണ് ആവറേജ് കിട്ടുന്നത്. ഹൊറൈസൺ സീറോ ഡോൺ 900p റെസൊല്യൂഷൻ ആണ്, വെരി ലോ സെറ്റിംഗ്സിൽ 28 FPS ആണ്. RDR2 ആൻഡ് ഹൊറൈസൺ സീറോ ഡോൺ കുറച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. നെക്സ്റ്റ് വാലറന്റ് നമുക്ക് 1080p മീഡിയം സെറ്റിംഗ്സിൽ 94 FPS ആണ് ആവറേജ്. റെയിൻബോ സിക്സ് സീജ് 1080p മീഡിയം 66 ആണ്. സൈബർപങ്ക് 2077 1080p ലോയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, 31 ആണ് ആവറേജ് FPS കിട്ടുന്നത്. NFS സ്പീഡ് 1080p മീഡിയമിൽ 39 FPS. PUBG 1080p മീഡിയമിൽ 46 to 50 ആ റേഞ്ച് FPS കിട്ടുന്നുണ്ട്. ഫോർട്ട്നൈറ്റ് 1080p മീഡിയം സെറ്റിംഗ്സ് നമുക്ക് 129 FPS ഉണ്ട് ആവറേജ്. കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ നോക്കുവാണെങ്കിലും 1080p മീഡിയമിൽ നമുക്ക് 56 FPS കിട്ടുന്നുണ്ട്. സിമിലർലി കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് കോൾഡ് വാർ നോക്കുവാണെങ്കിൽ 1080p മീഡിയമിൽ 53 റേഞ്ച് FPS കിട്ടുന്നുണ്ട് ആവറേജ്. റോക്കറ്റ് ലീഗ്, GTA 5, വാലോറന്റ്, റെയിൻബോ സിക്സ് സീജ്, ഫോർട്ട്നൈറ്റ്, വാർസോൺ ഇതുപോലത്തെ ഗെയിംസിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡീസന്റ് FPS കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഗ്രാഫിക്കൽ ഇന്റൻസീവ് ഗെയിംസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ റെസൊല്യൂഷൻ ഡൗൺഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ സെറ്റിംഗ്സ് കുറച്ച് ഓപ്റ്റിമൈസ് ചെയ്ത് കളിക്കേണ്ടി വരും. ലോ സെറ്റിംഗ്സ് അല്ലെങ്കിൽ മീഡിയം ലോ കോമ്പിനേഷനിൽ സെറ്റിംഗ്സ് ഓപ്റ്റിമൈസ് ചെയ്ത് കളിക്കേണ്ടി വരും. ബട്ട് ഓവറോൾ ഒട്ടുമിക്ക ഗെയിംസിലും ഗെയിം പ്ലേ സ്മൂത്ത് ആണ്, അധികം സ്റ്റട്ടറിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല പേഴ്സണലി. സോ ഇതാണ് 5600G APUയുടെ ഗെയിമിംഗ് ബെഞ്ച് മാർക്സ്. ഇനി കുറച്ച് പ്രൊഡക്റ്റീവ് സൈഡിലോട്ട് പോകാം. എഡിറ്റിംഗിന് 5600G എങ്ങനെയാണ് പറ്റുമോ എന്ന് നോക്കാം. സോ വീഡിയോ എഡിറ്റിംഗ് 1080p ഞാൻ നോക്കുന്നില്ല, സ്ട്രൈറ്റ് 4K ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് 1080p വീഡിയോസ് എനിക്കറിയാം എഡിറ്റിംഗ് സ്മൂത്ത് ആയിരിക്കും. സോ 4K ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 6 core 12 thread പ്രോസസർ ആയതുകൊണ്ട് തന്നെ ഏകദേശം 5600Xന്റെ റേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ 4K റെസൊല്യൂഷൻ എഡിറ്റിംഗിന് എങ്ങനെയാണെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. സോ ഇവിടെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് എടുത്തേക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ കംപ്ലീറ്റ് ടൈം ലൈനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 15 minutes ഉള്ള ഒരു 4K റെസൊല്യൂഷൻ വീഡിയോ ആണിത്. സോ വീഡിയോ പ്ലേ ബാക്ക് നോക്കുവാണെങ്കിൽ ഫുൾ റെസൊല്യൂഷൻ, അതായത് ഇവിടെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആണ്, പക്ഷേ ഇടയ്ക്ക് ചെറുതായിട്ട് സ്റ്റട്ടറിങ് കാണുന്നുണ്ട്. സോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ പ്ലേ ബാക്ക് കുറച്ച് സ്മൂത്ത് ആകാൻ വേണ്ടി ഹാഫ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ 1/4 ഇട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കും. ഫുൾ റെസൊല്യൂഷൻ ഇട്ട് ടൈം ലൈൻ സ്ക്രബിങ്ങും പ്ലേ ബാക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയ സ്റ്റട്ടർ ഉണ്ട്. ഇവൻ ദോ അത്രയ്ക്ക് നോട്ടീസബിൾ അല്ല, പക്ഷെ എന്നാലും ഹാഫ് റെസൊല്യൂഷൻ ആയിരിക്കും പ്ലേ ബാക്കിന് കുറച്ചുകൂടെ സ്മൂത്ത്. സോ വീഡിയോ പ്ലേ ബാക്കും എഡിറ്റിംഗ് എക്സ്പീരിയൻസ് സ്മൂത്ത് ആണ്. എക്സ്പോർട്ടിംഗിന്റെ ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എക്സ്പോർട്ടിംഗ് എനിക്കറിയാം എക്സ്പോർട്ടിംഗ് കുറച്ച് സമയം എടുക്കും. സോ എന്തായാലും എക്സ്പോർട്ടിംഗിന് ഒരു 4K റെസൊല്യൂഷൻ 15 minutes ഉള്ള വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ, റെൻഡർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ എത്ര ടൈം എടുക്കും നമുക്കൊന്ന് നോക്കാം. സോ ഈ വീഡിയോ സോണി ആൽഫ 6400 ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. S-Log2 ആണ്. ആൻഡ് കളർ ഗ്രേഡിംഗും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ട്രാൻസിഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് എഫക്ട്സും ഗ്രാഫിക്സും അത്യാവശ്യം നല്ലപോലെ തന്നെ ഈ വീഡിയോയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. സോ എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ സോഴ്സ് ആൻഡ് ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ 3840x2160 പിക്സൽസ്, അതായത് 4K റെസൊല്യൂഷൻ വീഡിയോ ആണ്. 24 ഫ്രെയിംസിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഓഡിയോ ഫ്രീക്വൻസിയും കാര്യങ്ങളും ക്ലിയർലി അവിടെ കാണുന്നുണ്ട്. ആൻഡ് താഴോട്ട് വരുവാണെങ്കിൽ ടാർഗറ്റ് ബിറ്റ് റേറ്റ് ഞാൻ മോസ്റ്റ്ലി കൊടുക്കുന്നത് 24 Mbps ആണ്. നിങ്ങൾക്ക് 40 Mbps വരെ കൊടുക്കാം. 4K വീഡിയോസിന് ആക്ച്വലി യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ബിറ്റ് റേറ്റ് റിക്കമെൻഡേഷൻ നോക്കുവാണെങ്കിൽ 40 Mbps ആണ്. അതിന് കൂടുതൽ ഇട്ടിട്ടും കാര്യമില്ല, ബിക്കോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് കുറയ്ക്കുന്നതായിരിക്കും. സോ 40 വരെ ഇടുന്നതായിരിക്കും നല്ലത്. മോസ്റ്റ്ലി ഞാൻ ഫയൽ സൈസ് ഒന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി 24 ഇടുന്നത്. ആൻഡ് എസ്റ്റിമേറ്റഡ് ഫയൽ സൈസും
താഴെ ക്ലിയർലി കാണുന്നുണ്ട് 2658 MB, അതായത് 2.6 GB ആയിരിക്കും ഫയൽ സൈസ് വരുന്നത്. ആൻഡ് എക്സ്പോർട്ട് അടിച്ചു നോക്കാം. സോ 16 മിനിറ്റ്സ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്, 19 മിനിറ്റ്സ് ആയി. സോ ഇത് ടൈം ചിലപ്പോൾ കൂടുമായിരിക്കും, 23 മിനിറ്റ്സ്. സോ എസ്റ്റിമേറ്റഡ് ടൈം സ്ലോലി കൂടുന്നുണ്ട്. ഓക്കെ, വീഡിയോ എന്തായാലും കംപ്ലീറ്റ് എക്സ്പോർട്ട് ആയി വരട്ടെ. സിനിബെഞ്ച് R23 സിംഗിൾ കോർ പെർഫോമൻസ് സ്കോർ നോക്കുവാണെങ്കിൽ 1253 ആണ് കിട്ടിയത്. ആൻഡ് ഓൾസോ മൾട്ടി കോർ സ്കോർ നോക്കുവാണെങ്കിൽ 9464 ആണ്. സോ സ്കോർ വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ത്രെഡ് റിപ്പറിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ടാണ് സ്കോർസ് കിട്ടിയേക്കുന്നത്. കാരണം Zen 3 ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പഴയ ജനറേഷൻ ഇന്റൽ ആൻഡ് റൈസൺ പ്രോസസേഴ്സ്, ഈവൻ കോഴ്സ് കൂടിയ ഇന്റൽ ആൻഡ് റൈസൺ പ്രോസസേഴ്സിനെക്കാളും 6 കോർ പ്രോസസർ ആയ 5600Gക്ക് കോഴ്സ് വൈസ് സിംഗിൾ കോർ യൂസും മൾട്ടി കോർ യൂസിന്റെയും സ്കോർസ് കൂടുതലാണ് മറ്റ് പഴയ ജനറേഷൻ ഹയർ കോർ കൗണ്ട് ഉള്ള പ്രോസസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് സിമിലർലി 3D മാർക്കിന്റെ GPU ടെസ്റ്റിൽ സ്കോർസ് നോക്കുവാണെങ്കിൽ 10926 ആണ് സ്കോർ. ആവറേജ് FPS കിട്ടിയത് 44 FPS ആണ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് റെൻഡറിംഗും എക്സ്പോർട്ടിംഗ് ഫിനിഷ് ആവുന്നത് 99% ആയിട്ടുണ്ട്. 44 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോ മേ ബി ഒരു 45 മിനിറ്റ്സ് ആയിരിക്കും ടോട്ടൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. 45 മിനിറ്റ്സ് ആയിരിക്കണം, അതിൻ്റെ ഉള്ളിൽ തീരും. 3 സെക്കൻഡ്സ് 2 സെക്കൻഡ്സ് 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ 100% ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ കംപ്ലീഷൻ ടൈം നോക്കുവാണെങ്കിൽ 45 മിനിറ്റ്സും 24 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ്സിന്റെ 4K റെസൊല്യൂഷൻ വീഡിയോ ആണ്. ഇതിൽ അത്യാവശ്യം നല്ലപോലെ കളർ ഗ്രേഡിംഗ് ഉണ്ട്. ടെക്സ്റ്റ് എഫക്ട്സും ഗ്രാഫിക്സും സെപ്പറേറ്റ് ഓഡിയോ ട്രാക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ആണ്. സോ എഡിറ്റിംഗ് പർപ്പസിനും നല്ലൊരു പ്രോസസർ തന്നെയാണ് 5600G. ഈവൻ 4K റെസൊല്യൂഷൻ വീഡിയോസ് വരെ നമുക്ക് ഈസിലി എഡിറ്റ് ചെയ്യാം. നോട്ട് ചെയ്യേണ്ട കാര്യം, എക്സ്പോർട്ടിംഗ് ടൈം കൂടുതലായിരിക്കും. ബിക്കോസ് എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ GPU ആക്സലറേഷൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റെൻഡറിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും, അത് നോട്ട് ചെയ്യണം. സോ 1080p റെസൊല്യൂഷൻ വീഡിയോ എഡിറ്റിംഗിന് ഈസിലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും 5600G പ്രോസസർ. ആൻഡ് ഓൾസോ എൻട്രി ലെവൽ 4K വീഡിയോ എഡിറ്റിംഗിനും ബെസ്റ്റ് ആണ്. ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ലാഗ് വരുന്നുണ്ട്. ലാഗ് എന്ന് പറയുമ്പോൾ അത്രയും മെമ്മറി യൂസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 16 GB മെമ്മറി ഏറ്റവും റെക്കമെൻഡഡ് ആണ്. ആൻഡ് ഓൾസോ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് സേവ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. മെമ്മറിയും കാര്യങ്ങളൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി 16 GB ഉണ്ടെങ്കിലും കുറച്ച് സിസ്റ്റം മെമ്മറി ഗ്രാഫിക്സിന് യൂസ് ആവുന്നുണ്ട്. കംപ്ലീറ്റ് മെമ്മറി പ്രോഗ്രാം യൂസ് ഒന്നും ചെയ്യുന്നില്ല. സോ ബെറ്റർ റിക്കമെൻഡഡ് 16 GB ആണ്. 8 GB എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഹെവി ആയിട്ട് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ഫുൾ 100% ഹെവി ലോഡിൽ 85 to 86 ഡിഗ്രി വരെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹെവി വർക്ക്സിന് വേണ്ടി ഇൻ കേസ് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് കൂളർ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് കൂളറിലാണ്. സോ സ്റ്റോക്ക് കൂളർ അത്യാവശ്യം നല്ലത് തന്നെയാണ്. നോർമൽ യൂസ് ആണെങ്കിൽ സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്യാം. ബട്ട് ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു കൂളർ റെക്കമെൻഡഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും പറ്റിയതാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. GPU ഇല്ലാതെ സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം സ്ട്രീമിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന്. സ്ട്രീമിംഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സ്ട്രീമിംഗ് 0 എക്സ്പീരിയൻസ് ആണ്. ഇത് തന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഇപ്പം എങ്ങനെയാണ് സ്ട്രീം ചെയ്യേണ്ടത്, ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയത്. സോ ഐ തിങ്ക് സ്ട്രീമിങ്ങിന് പല പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് യൂട്യൂബിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. സോ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഞാൻ ജസ്റ്റ് OBS ആണ് യൂസ് ചെയ്യുന്നത്. OBSൽ എനിക്കറിയാം OBS സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഫ്രെയിംസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. സോ ജസ്റ്റ് ഈ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി GTA 5 ആണ് സ്ട്രീം ചെയ്ത് നോക്കുന്നത്. സോ ഇതെന്റെ പേഴ്സണൽ Gmail അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് അതിലെ യൂട്യൂബിലാണ് ഇത് ചെയ്തത്. സോ 1080p മീഡിയം സെറ്റിംഗ്സിലാണ് ഗെയിം കളിക്കുന്നത്. ആൻഡ് സ്ട്രീമിംഗ് ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ 720p ആണ് കൊടുത്തേക്കുന്നത്. ഗെയിമിംഗ് ടൈം നോക്കുവാണെങ്കിൽ ആക്ച്വലി 50 to 56 FPS നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ റെക്കോർഡിംഗ് ഓൺ ചെയ്തപ്പം അത് 50യുടെ താഴോട്ട് പോയിട്ടുണ്ട്. 45 ആ റേഞ്ച് ഒക്കെയാണ്. ബട്ട് ഗെയിം പ്ലേ എന്തായാലും അത്യാവശ്യം സ്മൂത്ത് ആണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആൻഡ് സ്ക്രീൻ റെക്കോർഡ് ആയത് 720pയിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത്. ആൻഡ് ഫ്രാങ്ക്ലി പറയുവാണെങ്കിൽ എനിക്ക് സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് 0 ആണ്. സോ ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. റെഗുലർ ആയിട്ട് ഗെയിം കളിക്കുന്നവർ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്നവർ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാമായിരിക്കും. ഗെയിം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം. സോഫ്റ്റ്വെയറിൽ തന്നെ പല ഒപ്റ്റിമൈസേഷൻസും സെറ്റിംഗ്സ് ഒപ്റ്റിമൈസ് ചെയ്ത് ഗെയിം പ്ലേയിൽ ലാഗ് ഒന്നും ഇല്ലാതെ സ്ട്രീം സ്മൂത്ത് എങ്ങനെയാക്കാം, ഈ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ സ്ട്രീമിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അറിയാമായിരിക്കും. സോ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലപോലെ അത് ജഡ്ജ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടി കാണും. സ്ട്രീമിംഗും പോസിബിൾ ആണ്. മേ ബി സെറ്റിംഗ്സും കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എനിവേസ് അതായിരുന്നു 5600G APUയുടെ
ഒരു കംപ്ലീറ്റ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഗെയിമിംഗിന്റെ കഴിഞ്ഞു, എഡിറ്റിംഗിന്റെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗിന്റെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 1080p മീഡിയം ഗെയിമിംഗിന് നല്ലതാണ്, വീഡിയോ എഡിറ്റിംഗിന് നല്ലതാണ്, ഈവൻ 4K വീഡിയോസിനും നല്ലതാണിത്. ഹെവി ആയിട്ടുള്ള റെൻഡറിംഗ് വർക്ക്സിന് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു ഗ്രാഫിക്സ് കാർഡ് എന്തായാലും വേണം. അതല്ലാതെ മറ്റു വർക്ക്സിനെല്ലാം പെർഫെക്റ്റ് ആണ്. കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗിന് യൂസ് ചെയ്യാം. ആർക്കിടെക്ചറൽ വർക്ക്സ്, ഗ്രാഫിക് ഡിസൈനിങ്, 3D റിലേറ്റഡ്, AutoCAD ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനും നല്ലതായിരിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് പെയർ ചെയ്ത് യൂസ് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ നല്ലൊരു ബിൽഡാണിത്. മിനിമം എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് GTX 1660 Ti അല്ലെങ്കിൽ 1660 സൂപ്പർ ഗ്രാഫിക്സ് കാർഡാണ്. RTX 2060 നല്ലതാണ്, RX 6600 XT ഗ്രാഫിക്സ് കാർഡ് നല്ലതാണ്. സിമിലർലി നമുക്ക് RTX 3060 അല്ലെങ്കിൽ RX 6700 XT വരെ പോകാം, ഒരു കുഴപ്പമില്ല. സോ അപ്ഗ്രേഡബിലിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് പാത്ത് ആണ് ഈ ബിൽഡിലുള്ളത്. ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ റാം വേണമെങ്കിൽ ഇൻ കേസ് എഡിറ്റിംഗിന് വേണ്ടിയാണെങ്കിൽ 32GB ഒക്കെ യൂസ് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം ഫ്യൂച്ചറിൽ. ബട്ട് നല്ല എയർ ഫ്ലോ ഉള്ള ക്യാബിനറ്റ് ആൻഡ് നല്ല പവർ സപ്ലൈ ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദി വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഡീറ്റെയിൽഡ് ബെഞ്ച് മാർക്കിന്റെ വീഡിയോ കാണാനും മറക്കല്ല്. ഇത് മേളിൽ പിൻ ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. എനിവേസ് ഗൈസ്, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.